പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി ഇല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവ സാന്നിധ്യം എന്നൊക്കെ നമ്മൾ പറയുകയും അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നില്ലേ? ഒരു പക്ഷെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ ആ ഗൗരവമായ അർത്ഥം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നതെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത് നമ്മളത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു ആരാധനാലയം, ഇല്ലെങ്കിൽ ഒരു പള്ളി, ഒരു കൂട്ടായ്മയുടെ സ്ഥലം, ഒത്തുചേരലിൻ്റെ സ്ഥലം, പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്നതായ ഒരു ഭവനം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷമായിരിക്കാം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ നാമത്തിൽ നിങ്ങളിൽ 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ തേജസ് അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരും. അപ്പോൾ നിങ്ങൾ എവിടെ കൂടി വരുന്നോ അവിടെ ദൈവം ഇറങ്ങി വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൂടി വരുന്ന സ്ഥലമല്ല ദൈവത്തിൻ്റെ സന്നിധി, കൂടി വരവാണ്. നമ്മളാണ് പ്രധാന ഘടകം. നമ്മളിൽ ദൈവത്തിൻ്റെ നാമത്തിലുള്ളൊരു ആശ്രയവും ആഗ്രഹവും ഉണ്ടെങ്കിൽ അവൻ്റെ സാന്നിധ്യബോധത്തെക്കുറിച്ചുള്ള ഒരു അത്യാവശ്യ ബോധ്യം നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം കടന്നു വരുന്നു, ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നു. പലപ്പോഴും ദൈവം നമുക്ക് മുമ്പേ പോകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇല്ല, മോശെ അങ്ങനെ ആഗ്രഹിച്ചു. കാരണം മോശയെ ഇസ്രായേൽ ജനത്തോടുകൂടെ ദൈവം അയക്കുമ്പോൾ മരുഭൂമിയെക്കുറിച്ച് പുള്ളിക്ക് ഒരു വിചാരവുമില്ല. പല ചിന്തകൾ തൻ്റെ മനസ്സിൽ അലട്ടാൻ തുടങ്ങി. ഈ ലക്ഷക്കണക്കിനുള്ള ജനങ്ങളെയും കൊണ്ട് എങ്ങനെ ഈ യാത്ര ചെയ്യും? അതുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് മുമ്പായി പോകണം. ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ വരും, നീ പോകുമ്പോൾ നിന്നെ അനുധാവനം ചെയ്യും. ധൈര്യമായി നാം മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് തനിച്ചു പോകുവാൻ നിർബന്ധിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് തനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അതെന്തിനാണ് നിർബന്ധിക്കുന്നത്? കർത്താവ് ശിഷ്യന്മാരെ തനിച്ചു വിടുവാൻ നിർബന്ധിക്കുന്നത് എന്താ? അതിന് കാര്യമുണ്ട്. അവർ തനിച്ചു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യബോധം അവരിൽ എത്ര ശക്തമായി ആവശ്യബോധമുണ്ടാക്കുന്നു എന്ന് അവർ അഭ്യസിക്കേണ്ടതിന്, പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യബോധത്തിൻ്റെ ഒരാഗ്രഹം അവരിൽ സൃഷ്ടിതമാകുവാൻ അവരെ അഭ്യസിപ്പിക്കേണ്ടതിന് കർത്താവ് അവരെ അങ്ങനെ ആ പാതകളിൽ കൂടെ നടത്തി. അവരെ നിർബന്ധിച്ചു. അവർ പോയി. വഴിയരികിൽ വഴിമധ്യേ അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി. തിരമാലകൾ പൊങ്ങി, കണ്ടിട്ടില്ലാത്ത കടൽക്ഷോഭം. അവർ മരിച്ചു പോകും, പടകോടുകൂടെ മുങ്ങിപ്പോകും, തകർന്നു പോകുമെന്ന് അവർ ചിന്തിച്ചു. പെട്ടെന്ന് അവരിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ആവശ്യബോധം അവരിൽ സൃഷ്ടിക്കപ്പെട്ടു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കടന്നു വരണമേ, ഞങ്ങൾ തനിയായിരിക്കുന്നു, പടകെല്ലാം തകരുന്നു. കർത്താവ് കടന്നു വന്ന് ആ പടകിൽ കാലുകുത്തിയപ്പോൾ കടൽ ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം പോയിപ്പോയോ? അപ്പോൾ വിശ്വാസത്താൽ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് അഭ്യസിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും നമ്മളിൽ നിന്ന് അകലം കാണിക്കും. യെസ്, തകർത്ത് കളയുവാനല്ല, വിട്ടുകളയുവാനല്ല, നമ്മെ ഉറപ്പിക്കുവാൻ, ശക്തരാക്കുവാൻ. ഇവിടെ വലിയൊരു പ്രധാനമായ ഘടകം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാടിന് സമയക്ലിപ്തമില്ല. എന്നാൽ ഈ ലോകത്തിലെ ദൈവത്തിനും ഈ ലോകത്തിലെ പൈശാചികതയ്ക്കും സമയക്ലിപ്തമുണ്ട്. അതൊരു വലിയ രഹസ്യമാണ്, വലിയൊരു മർമ്മമാണ്. ഗദരേന്യ ദേശത്ത് കർത്താവും ശിഷ്യന്മാരും കൂടെ കടന്നു ചെന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരവിടെ കടന്നു ചെന്നപ്പോൾ 2 ഭൂതഗ്രസ്തർ നിലവിളിച്ചും കൊണ്ട് വന്ന് കർത്താവിനോട് പറയുകയാണ്, ദൈവപുത്ര, സമയത്തിന് മുമ്പ്
ഞങ്ങളെ നീ ദണ്ഡിപ്പിക്കുവാൻ വന്നത് എന്ത്? അപ്പോൾ അവർ സമയക്ലിപ്തം അവർ പാലിക്കുന്നു. അവർക്ക് കൊടുക്കപ്പെട്ട ഒരു സമയത്തെക്കുറിച്ച് നല്ല ബോധം. എന്നാൽ അതിനങ്ങേപ്പുറത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തുന്നത് യേശുവിൻ്റെ സന്നിധാനത്തിന് സമയക്ലിപ്തമില്ല. അതൊരു വലിയ രഹസ്യമാണ്. കാരണം സമയങ്ങളെ സൃഷ്ടിച്ച കർത്താവ് ഈ സകല അഖിലാണ്ടത്തെയും അതിൻ്റെ ദിവസങ്ങളെയും കാലങ്ങളെയും സമയങ്ങളെയും രാത്രികളെയും പകലുകളെയും സന്ധ്യകളെയും ഉഷസ്സുകളെയും കൽപ്പിച്ചാക്കിയ സർവശക്തനായ ദൈവത്തിന് സമയത്തിന്മേൽ അധികാരമുണ്ട്. എന്നാൽ ഭൂതങ്ങൾക്ക് സമയത്തിന്മേൽ അധികാരമില്ല. അവർക്ക് കൊടുക്കപ്പെട്ട സമയത്തിനുള്ളിൽ അവർക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ അവരിൽ ഒരു വ്യഗ്രത. നമുക്കോ സ്വാതന്ത്ര്യം. എന്നാൽ സമയക്ലിപ്തമില്ലാത്ത ദൈവത്തിൻ്റെ സന്നിധാനത്തെക്കുറിച്ച് ബോധവാന്മാരാകുവാൻ ദൈവം പലപ്പോഴും തൻ്റെ ഉപദേശങ്ങളിൽ കൂടെ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവരോട് പറയുകയാണ്, യജമാനൻ വരുന്നത് അല്ലെങ്കിൽ മണവാളൻ വരുന്നത് ഏത് സമയത്തെന്നറിയായികയാൽ സന്ധ്യയ്ക്കോ ഉഷസ്സിലോ രാവിലെയോ അർദ്ധരാത്രിയിലോ ഏത് സമയത്തും വരാം. ഇന്ന സമയത്തേ വരാവൂ എന്ന് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമയക്ലിപ്തമില്ല. അവൻ്റെ സന്നിധാനം, അവൻ്റെ സാന്നിധ്യം ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും തൻ്റെ തിരുഹിതം പോലെ അത് പ്രാവർത്തികമാകുന്നു. പിശാചികൾക്കില്ലാത്ത സ്വാതന്ത്ര്യം ദൈവത്തിന് സമയത്തിന്മേലുണ്ട്. അത് മനുഷ്യൻ ഉൾക്കൊള്ളണം, ദൈവജനം ഉൾക്കൊള്ളണം, ദൈവമക്കൾ ഉൾക്കൊള്ളണം. കർത്താവിനായി കാത്തിരിക്കുന്നവർ ആ സമയത്തെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ സമയത്തിന്മേൽ അധികാരത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണമെന്ന് കർത്താവ് നിർബന്ധിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വലിയൊരു ബോധം, ഒരു സന്ദേശം, നമ്മെ തനിച്ചക്കരയ്ക്ക് പോകുവാൻ, തനിക്ക് മുമ്പേ പോകുവാൻ നിർബന്ധിക്കുന്ന നിർബന്ധം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ വരാതെ ദൂരെ മാറി നിന്നും കൊണ്ട് നമ്മെ തനിച്ചയക്കുന്ന ഒരു രംഗം വളരെ കഠിനമാണ്, ദുഃഖകരമാണ്, പ്രയാസകരമാണ്. പക്ഷെങ്കിൽ നിങ്ങളെ കൊണ്ട് ജയിക്കാനാകും. കർത്താവ് അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് കരുതിയത്. നിങ്ങളെ കൊണ്ട് നിൽക്കാനാകും. കാരണം നിങ്ങൾ സമയത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഈ കടൽക്ഷോഭത്തിനും കടലിനും ഒക്കെ മുമ്പ്, അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ സൃഷ്ടിച്ചതാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ ഉള്ളവർ. ഈ ബോധം നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജനിതകം തന്നെ ലോകസ്ഥാപനത്തിനു മുമ്പുള്ളതാണ്. ഈ ഭൂമിയിലെ അന്തരീക്ഷത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ളതായ ജനിതകമല്ല. നമുക്ക് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മെ ഉരുവാക്കി നമ്മെ കണ്ടതിനാലാണ് ഈ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ ബുദ്ധികളെ തുറന്നത്, കൃപയെ തന്നത്, ജ്ഞാനത്തെ തുറന്നത്. അങ്ങനെ ഒരു വിളിയും തിരഞ്ഞെടുപ്പും നമ്മളിൽ ഇല്ല എങ്കിൽ സമയത്തെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി എന്ന് ചില സ്ഥലങ്ങളെ നമ്മുടെ മനസ്സിൽ ഊഹിച്ചും കൊണ്ട്, നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചും കൊണ്ട്, നിഗമിച്ചും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യും. എന്നാൽ സ്ഥലമല്ല, കൂടി വരുന്ന സ്ഥലമല്ല കാര്യം, കൂടി വരവാണ്. നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും, എവിടെ കൂടിയിരുന്നാലും, ഏത് പ്രശ്നങ്ങളിൽ, ഏത് രാജ്യങ്ങളിലും, ഏത് ദേശത്തും, ഏത് കലാപരംഗങ്ങളിലും കൂടി വരുവാൻ നിനക്ക് കഴിയുമെങ്കിൽ 2-3 ഹൃദയങ്ങൾ ദൈവത്തോടുള്ളതായ ആ നാമത്തിൽ ആശ്രയിച്ചും കൊണ്ട് ഐക്യമത്യപ്പെടുവാനുള്ള ഒരു സന്നിധാന ബോധം നിങ്ങളിൽ ക്രിയേറ്റീവായി സൃഷ്ടിതമാകുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരും. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മുമ്പേ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. യോഹന്നാൻ സ്നാപകനെ കർത്താവ് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ളതായ പ്രവചനം അവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതന്മാരെ അയക്കും. യെസ്, ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് മുമ്പായി അയക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ പുറകെ വരും. പുറകിൽ നിന്നും കൊണ്ട് ഞാൻ നിന്നോടുകൂടെ ഉണ്ട്
എന്നുള്ളതായ ഒരു ബോധം, ചിന്ത, ഒരു പ്രോമിസ്. എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന് വിളിക്കുകയല്ല, നീ പോകുന്നത് ഏതു വഴിയേ എന്ന് നോക്കിക്കൊണ്ട് ആ വഴികളിൽ കൃപ തരുവാനായി എൻ്റെ സാന്നിധ്യമില്ല, ഞാൻ പുറകിലുണ്ട് എന്ന് നിന്നോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ആ ദൈവ സാന്നിധ്യം. നമ്മെ പലപ്പോഴും ദൈവം ദൂരെ മാറി നിന്നുകൊണ്ട് തനിയെ നിർബന്ധിക്കും, പോകൂ, ഞാൻ നിന്നോട് കൂടെ വരും, മുൻപോട്ട് പോവുക, നിന്റെ യുദ്ധങ്ങളെ നീ ചെയ്യുവാൻ നിന്റെ കരങ്ങൾക്ക് ഞാൻ ബലം തരും. ഒരു ശത്രുവിനും നിന്റെ നേരെ നിൽക്കുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും ദൈവം നേരിട്ട് വന്ന് അക്ഷരീകമായി നമ്മുടെ യുദ്ധങ്ങൾ ചെയ്തെന്നിരിക്കുകയില്ല. പക്ഷെങ്കിൽ പുറകിൽ നിന്നും കൊണ്ട് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ തേജസ്സും നമുക്ക് പകർന്നു തന്നുകൊണ്ട് നമ്മെ ധൈര്യശാലികളായി മാറ്റും. ഏത് പ്രതികൂലതകളെയും ജയിക്കുവാനുള്ളതായ വലിയൊരു ധൈര്യവും ബോധവും നമ്മുടെ ഹൃദയത്തിൽ തരും. നമ്മുടെ ജീവിതത്തിൽ അതൊരു ആശ്ചര്യകരമായ ഒരു ജീവിതമാകും. പ്രിയരെ, പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ലാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ദൈവത്തെ കാണുവാനുള്ള ഭാഗ്യമില്ലാതായി പോകുന്നു. നമ്മുടെ മധ്യത്തിൽ കർത്താവിന് വരുവാനുള്ളതായ അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നു. കാരണം ദൈവസന്നിധിയെക്കുറിച്ച് നമ്മൾ തെറ്റായി ധരിക്കുന്നതിനാൽ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിച്ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. എന്നാൽ ദൈവം നമ്മുടെ സന്നിധിയിലേക്ക് ഓടി വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ പ്രകാശം കാണിച്ചുകൊണ്ട് വരുവീൻ വരുവീൻ എന്ന് ആകർഷിച്ച് വിളിക്കുന്ന വിളിയല്ല. നാം എവിടെ നിൽക്കുന്നുവോ അവിടേക്ക് ദൈവം സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ കടന്നു വരുന്നു, നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത്, നാം പ്രശ്നങ്ങളിലായിരിക്കുമ്പോൾ, രോഗികളായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ ആ ബലഹീനതയിൽ കർത്താവ് കൃപയുമായി കടന്നു വരുന്നു. ഇല്ലെങ്കിൽ ഇന്നടത്ത് വരിക, ഞാൻ നിനക്ക് കൃപ തരാം. ഇന്ന ആലയത്തിൽ വരിക, ഞാൻ നിനക്ക് പുതിയ സന്തോഷം തരാം. ഇല്ലെങ്കിൽ ഇന്ന കൺവെൻഷനിൽ വരിക, ഞാൻ നിന്നോട് സംസാരിക്കണോ? അതല്ല. നീ എവിടെ കൂടുന്നുവോ അവിടെ ഞാൻ പിന്നീടാണ് വരുന്നത്. ആദ്യം നാം ചെല്ലുക, നമ്മുടെ സന്നിധാനത്തെ ദൈവത്തെ അറിയിക്കുക, നമ്മുടെ ആഗ്രഹത്തെ ദൈവത്തെ അറിയിക്കുക, നമ്മുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വരും, നമ്മുടെ അടുത്ത് വരും, നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടും. ഇത്ര മഹത്വകരമായ ആ ദൈവ സാന്നിധ്യ ബോധം നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുവാൻ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളേറിയ സാഹചര്യങ്ങളിൽ, കഷ്ടങ്ങളിൽ കൂടെയും അനേക പാടുകളിൽ കൂടെയും വേദനകളിൽ കൂടെയും മരണകരമായ അനേക അനർത്ഥങ്ങളിൽ കൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്ന ദൈവം, കടന്നു വരുന്ന ദൈവം, നിന്റെ മധ്യത്തിൽ വരുന്നവൻ, നിന്റെ പടകിൽ കയറുന്നവൻ, കടലിനെയും കടൽക്ഷോഭത്തെയും തിരമാലകളെയും ഓളകളെയും ശാന്തമാക്കുന്നവൻ, അവയെ നിനക്ക് വേണ്ടി കൽപ്പിച്ച് ശാന്തമാക്കിക്കൊണ്ട് ഒരു സുഗമമായ യാത്ര, ഒരു പ്രത്യാശയുള്ള ഒരു ജീവിതം, ഒരു യാത്ര നിനക്ക് വേണ്ടി സാധ്യമാക്കുന്ന ദൈവത്തിന് സ്നേഹം ഈ പ്രഭാതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.